എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ താഴെ വീണ് കേടുവന്നു പോയ കത്രിക എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ ഞാൻ ഒരു കത്രിക എടുത്തിട്ടുള്ളത് നോക്കുക. ഇത് നല്ല ഒരു കത്രികയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ തുണി കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കത്രിക താഴത്ത് ഇട്ടതിന് ശേഷം അത് എന്ത് സംഭവിക്കുന്നു എന്നും അത് എങ്ങനെ ക്ലിയർ ചെയ്യണു എന്നുള്ളതുമാണ് കാണുന്നത്. നിങ്ങൾ കാണാം, ഇപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഇത് താഴത്തേക്ക് ഇടുന്നത്. 2 പ്രാവശ്യം താഴത്തേക്ക് ഇട്ടിട്ടാണ് ഞാൻ അത് രണ്ടാമത് ക്ലിയർ ചെയ്യണത്. അപ്പോൾ ഇതിൽ നോക്കുക എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഇത് കണ്ടു, ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുറിയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യണത് ഇത് ഇങ്ങോട്ട് അഴിച്ചെടുക്കുക. ഇതിൻ്റെ ഈ സ്ക്രൂ ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ അഴിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ മുകളിലത്തെ നമ്മുടെ ഈ ചെറിയൊരു നട്ടുണ്ട്, അത് അഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഇതുപോലെ 2 പീസാക്കി മാറ്റുക. ഈ താഴത്തെ ഈ സ്ക്രൂ നോക്കുക, ഈ സ്ക്രൂവിൽ ഒരു ചെറിയൊരു സ്പ്രിങ് ഉണ്ട്. ഇത് കണ്ടു, ഇതാണ് ചെറിയൊരു സ്പ്രിങ് ആണിത്. ഈ സ്പ്രിങ് ഇതിൽ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. ഇത് കളയരുത്, ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കറക്റ്റായി വെച്ചിട്ട് വേണം ഇത് രണ്ടാമത് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നോക്കുക, ഇനി നമ്മൾ ഇത് കണ്ടു, ഈ കത്രികയുടെ ഈ ഒരു ഹാഫിനെ എടുത്തിട്ട് നമ്മൾ ഇത് 120 വാട്ടർ പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. അത് ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് ഇത് കാര്യമില്ല, ഇത് കേടുവന്നു പോകും. അപ്പോൾ നോക്കുക, ഇത് കണ്ടു, ഞാൻ ഇത് തയ്ക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഈ പേപ്പർ മെഷീൻ്റെ ഈ ടേബിളിന്മേൽ ഉറപ്പിച്ച് വെച്ച് ഈ കത്രികയുടെ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജ് മാത്രം അതിൽ പതുക്കെ നമ്മൾ തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു, ഈ ഒരു പീസ് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ അടുത്ത പീസും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ കത്രികയുടെ ഈ ഒരു പീസ് നമ്മൾ പിടിക്കുന്നത് കറക്റ്റ് ആയിട്ട് പിടിക്കണം. കാരണം അത് ചെരിയാനോ അത് കയ്യിൽ കിടന്ന് അനങ്ങാനോ പാടില്ല. കറക്റ്റ് നമ്മുടെ ആ ഷാർപ്പ് എഡ്ജ് അതിൽ മുട്ടി കറക്റ്റ് അത് ഷാർപ്പായി കിട്ടണം. അത്ര മാത്രം നമ്മൾ ചെയ്യണ്ടോ. വേറെ രണ്ടാമത് നമ്മളതിൻ്റെ ഉൾഭാഗത്തോ ഒന്നും ചെയ്യരുത്. അതിനുശേഷം നോക്കുക, കറക്റ്റായിട്ട് ഇതിൽ ഈ വാഷർ ഇതുപോലെ വെക്കുക. അതായത് സ്പ്രിങ് വാഷറാണ്. അതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത് ഇത് തിരിച്ച് അസംബിൾ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ഈ വാഷറും ഈ ചെറിയ ഈ നട്ടും കൂടി കറക്റ്റായിട്ട് വെച്ച് ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ലൂസായിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ താഴ്ത്ത് വീഴുമ്പോൾ ആ ഷാർപ്പ് എഡ്ജ് നമുക്കൊന്ന് ഇതാവും. ഇപ്പോൾ നോക്കുകയുണ്ട്, ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇത് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇതിനെ ലൂസാക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി കറക്റ്റ് ചെയ്യുക. ഇത് ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് നോക്കുക. തുണി കണ്ടില്ലേ, ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താഴെ വീണ കത്രിക ചെയ്തെടുക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇത് കുറച്ച് വില കൂടിയ കത്രികയാണ്. ഇനി വില കുറഞ്ഞ നമ്മുടെ സാധാരണ ലോക്കൽ കത്രികയിലും ഞാൻ ഈ സെയിം സാധനം നിങ്ങൾക്ക് ചെയ്യണത് ഇത് ഇപ്പോൾ കാണിക്കാം. അതും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കത്രികയുടെ ഈ പീസ് എങ്ങനെയാണോ പിടിക്കുന്നത് അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഈ സ്ക്രൂ കറക്റ്റ് ലൂസിൽ നിർത്തുക. ഇനി അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ താഴെ വീണ കത്രികയും ഇതുപോലെ അടിപൊളിയായിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി നോക്കുക, ഇത് സാധാരണ കത്രികയാണ്, വില കുറഞ്ഞ കത്രികയാണ്. അപ്പോൾ ഇത് കണ്ടു, ഈ കത്രികയുടെ സിസ്റ്റം കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് ഈ ഒരു നട്ട് നമ്മൾ അഴിച്ചെടുത്തു. നട്ട് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ വേറൊരു ടൈപ്പാണ്. കാരണം ഈ കത്രികയുടെ ഈ പീസിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ത്രെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേ സ്ക്രൂ അഴിച്ചെടുത്ത പോലെ നമുക്കിത് കിട്ടില്ല. അപ്പോൾ ഇതിന് 2 വഴിക്കാണ് ത്രെഡ്. അതായത് ഇതിനും ഒരു സ്ക്രൂ ഉണ്ട്, ഇതൊരു സ്ക്രൂ ആണ്. മറ്റേതിന് ഒരു പ്ലെയിൻ ഒരു സ്ക്രൂ ആയിരുന്നു, അതുമ്മ മറ്റേ ബോൾട്ടായിരുന്നു ടൈറ്റായിരുന്നത്, നട്ടായിരുന്നു ടൈറ്റായിരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ 2ലും ത്രെഡ് ഉണ്ട്. ഇതുണ്ട്, ഇതിലും ഉണ്ട് ഒരു ചെറിയ സ്പ്രിങ് വാഷർ. അപ്പോൾ ഇത് കളയാതെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഇത് നോക്കുക, ഇത് കണ്ട് ഇതിൽ കുറച്ച് തുരുമ്പും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ഈ സൈഡ് ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടുത്തെ തുരുമ്പ് കളയാണ് ചെയ്യുന്നത്. ഈ ഷാർപ്പ് എഡ്ജിൽ ഈ പേപ്പർ ടച്ച് ആവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. കറക്റ്റായി ചെയ്യാതെ നിങ്ങൾ ഇതെന്തെങ്കിലും രീതിയിൽ മാറി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കത്രികയുടെ മൂർച്ച പോവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ എല്ലാവരെയും കേടുവന്ന കത്രികയിലാണ് ഇത് ചെയ്യണത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടില്ല, നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. അതല്ല എങ്കിൽ നിങ്ങളത് 2-3 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞാൻ ഷാർപ്പ് ചെയ്യണത് നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഞാനിതൊന്നും കൂടിയും ക്ലോസപ്പിൽ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതിൽ കൈ എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ കൈ പിടിക്കുന്ന ഈ ഭാഗം നമുക്ക് വളരെ കറക്റ്റ് ആവണം, എന്നിരുന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ കൈ ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. കയ്യിൽ ഇരിക്കുന്ന ഈ കത്രിക യാതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷാർപ്പായിട്ട് കിട്ടേണ്ട എഡ്ജിന് പകരം അത് ഉരുണ്ട എഡ്ജായി മാറുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ചെയ്യുന്ന കാര്യം കറക്റ്റ് ആവണം എന്ന് മാത്രമാണ് ഇതിലത്തെ പ്രത്യേകത. അപ്പോൾ നോക്കുക, ഞാൻ രണ്ടാമത്തെ ഈ പീസും കൂടിയും ചെയ്യണത് നോക്കുക. നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ കൈ പിടിച്ചിട്ടുള്ള ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് പിടിക്കണം. കണ്ടോ, ഈ നമ്മുടെ പിടിച്ചിട്ടുള്ള ആ പിടുത്തം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. അത് അനങ്ങാൻ പാടില്ല. അനങ്ങാതെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ എഡ്ജ് മാത്രം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും. ആ ഷാർപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ കത്രിക കറക്റ്റായി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ രണ്ടാമത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്, ഇതിൻ്റെ ഈ സ്ക്രൂ ലൂസായിട്ടുണ്ടാവും ബോൾട്ടും, അത് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ കത്രികയിൽ കാണിക്കാൻ നിങ്ങൾക്ക് നാടൻ കത്രികയാണിത്. ഇതിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്നുള്ളതും ഞാനിതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് അവരുടെ കത്രിക കറക്റ്റ് ആവാതെ വരുന്നത്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ നേരത്തെ കത്രിക അസംബിൾ ചെയ്ത പോലെ തന്നെ ഇത് അസംബിൾ ചെയ്യുക കറക്റ്റായിട്ട്. സ്പ്രിങ്ങുള്ള സ്ക്രൂ ആണിത്. അപ്പോൾ ഈ സ്ക്രൂ ആദ്യം തന്നെ ഇതിലിട്ട് ഇത് ത്രെഡ് ഉള്ളത് കൊണ്ട് ഇത് ആദ്യം തന്നെ ടൈറ്റ് ചെയ്യണം. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ലാസ്റ്റ് ഇതിൻ്റെ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പ്ലെയറും ഒരു വാട്ടർ പേപ്പറും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കത്രിക, താഴെ വീണ കത്രികകളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മുറിച്ച് കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കേടുവന്ന് കിടക്കുന്ന കത്രിക ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു, ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് കളയണം. ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ തുണി യാതൊരു കാരണവശാലും മുറിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കത്രിക ചാണക്കി വെച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ ഗ്യാപ്പ് എത്രമാത്രം ഇതിൽ കൂടുന്നു അത്രമാത്രം നിങ്ങളുടെ കത്രിക കേടുവന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ കൂടുതൽ ഗ്യാപ്പുള്ള കത്രികയാണെങ്കിൽ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഗ്യാപ്പ് കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെയും ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു പണിയല്ല. പക്ഷേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് ഓടിപ്പടഞ്ഞ് നിങ്ങളിത് ചെയ്ത് എൻ്റെ കത്രിക കേടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിൽ യാതൊരു കളവും ഞാൻ കാണിച്ചിട്ടില്ല.
അപ്പോൾ ഇത് നോക്കുക, ഇതിൽ നമ്മുടെ 2 കത്രികയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കേട് വന്ന കത്രിക എടുത്തിട്ട് മാത്രം ഇത് ട്രൈ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പിന്നെ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, എൻ്റെ ഏത് വീഡിയോ ഇട്ടാലും ഓഡിയോ ഒന്ന് ഡിസ്ലൈക്ക് അടിക്കുന്ന 2-3 ആൾക്കാരുണ്ട്. അവരെ ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അവരെന്നെ അറിയിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, അവർ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.